ഒടുവിൽ ഇന്ത്യൻ വിപണി കാത്തിരുന്ന ആ വാർത്ത വന്നെത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ കയറ്റുമതിക്കാരുടെ നെഞ്ചിടിപ്പേറ്റിയിരുന്ന അമേരിക്കൻ താരിഫ് ഭീഷണിക്ക് അയവ് വരികയാണ്. റഷ്യൻ എണ്ണയുടെ പേരിൽ തുടങ്ങിയ തർക്കങ്ങൾക്കും 50% എന്ന ഭീമൻ തീരുവ ഭാരത്തിനും ശേഷം കാര്യങ്ങൾ വീണ്ടും ട്രാക്കിലാവും. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും നരേന്ദ്രമോദിയുടെ ജയ് കിസാൻ നയവും തമ്മിലുള്ള വടംവലിക്കൊടുവിൽ ഒരു ചരിത്ര കരാർ രൂപപ്പെടുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ ചട്ടക്കൂട് അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ഔദ്യോഗികമായി പുറത്തിറക്കി. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ അമേരിക്കയിലേക്ക് വിൽക്കാൻ ഇനി പഴയത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല. ന്യൂഡൽഹിയിലെ ചർച്ചകൾക്കൊടുവിൽ ട്രംപ് ഭരണകൂടം വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഒന്ന്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക ചുമത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കും. 2, പകരമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലും വിപണി തുറന്നു കൊടുക്കും. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഇതിനെ വിശേഷിപ്പിച്ചത് $30 ട്രില്യൺ വിപണിയിലേക്കുള്ള വാതിൽ എന്നാണ്. അതായത് MSMEകൾക്കും കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും അമേരിക്കൻ വിപണി ഇനി ഒരു വലിയ അവസരമാണ്. ചെറുകിട വ്യവസായികൾക്കും എല്ലാവർക്കും തന്നെ. ഇന്ത്യക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ രത്നങ്ങൾ, വജ്രങ്ങൾ, ജനറിക് മരുന്നുകൾ, വിമാന ഭാഗങ്ങൾ എന്നിവയ്ക്ക് അമേരിക്കയിൽ ഇനി 0% തീരുവയായിരിക്കും. അതായത് നികുതിയില്ലാതെ ഇവ കയറ്റുമതി ചെയ്യാം. ടെക്സ്റ്റൈൽ, തുകൽ വ്യവസായങ്ങൾക്കും ഇത് വലിയ ആശ്വാസമാണ്. തിരിച്ച് നമ്മൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ നിർമ്മിത വ്യവസായിക ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും, പ്രത്യേകിച്ച് അവരുടെ പഴങ്ങൾ, സോയാബീൻ എണ്ണ, മരക്കഷ്ണങ്ങൾ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദേശ മദ്യം, വൈന്, സ്പിരിറ്റൊക്കെ, ഇതുവ ഇന്ത്യയിലേക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കും ഇതിനൊക്കെ. അപ്പോൾ ഇനി അമേരിക്കൻ ആപ്പിളും മദ്യവും ഒക്കെ തന്നെ കുറഞ്ഞ വിലയിൽ ഇവിടെ കിട്ടിയേക്കാം. ഇതൊരു പെട്ടെന്നുള്ള സ്നേഹപ്രകടനമൊന്നുമല്ല. നമുക്കറിയാം ഇതിന് പിന്നിൽ വലിയൊരു സമ്മർദ്ദത്തിന്റെ കഥയുണ്ട്. 2025 ഓഗസ്റ്റിലാണ് കഥയുടെ തുടക്കം. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നപ്പോൾ അമേരിക്ക അതിനെതിരെ തിരിഞ്ഞു. ശിക്ഷാ നടപടി എന്ന നിലയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവയും ചുമത്തി. അങ്ങനെ ഫലത്തിൽ 50% തീരുവ. ഇന്ത്യൻ കയറ്റുമതിക്കാർ ശരിക്കും ശ്വാസം മുട്ടിപ്പോയ ഒരു നിമിഷമായിരുന്നു അത്. അമേരിക്ക നമ്മുടെ ഏറ്റവും വലിയ വിപണിയാണ്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന വിപണിയെ ഒഴിവാക്കി അമേരിക്കയ്ക്ക് മുൻപോട്ട് പോകാനാകില്ല. ഒടുവിൽ ട്രംപിന് ഇത് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ ഈ 18%ലേക്കുള്ള കുറവ് സാധ്യമായത്. ഇനി ഇതിന്റെ വലിയ ചിത്രം നോക്കാം. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ആക്ച്വലി. നികുതി കുറയ്ക്കുന്നതിന് പകരമായി ഇന്ത്യ വലിയൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ $500 ബില്യൺ, അതായത് ഏകദേശം 40 ലക്ഷം കോടി രൂപ ഊർജം, വിമാനങ്ങൾ, സാങ്കേതിക ഉൽപ്പന്നങ്ങൾ എന്നിവ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുമെന്ന് ഇന്ത്യ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇന്ത്യ ഒരു സേഫ് ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മുടെ കർഷകരെ ബാധിക്കുന്ന പാൽ, ചീസ്, കോഴിയിറച്ചി, ഗോതമ്പ്, അരി തുടങ്ങിയവയ്ക്ക് നികുതി ഇളവുകൾ നൽകിയിട്ടില്ല. അതായത് അമേരിക്കൻ പാൽ വന്ന് നമ്മുടെ ക്ഷീര കർഷകരുടെ കഞ്ഞിയിൽ പാറ്റയിടില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ കരാർ നടപ്പിലാകുന്നതോടെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ചുരുക്കത്തിൽ മാർച്ച് പകുതിയോടെ വാഷിംഗ്ടണിൽ വെച്ച് അന്തിമ കരാർ ഒപ്പിടുന്നതോടെ ഈ ചട്ടക്കൂട് ഔദ്യോഗികമാകും. വ്യാപാര തർക്കങ്ങളുടെ കരുനിഴൽ മാറി ബിസിനസിന്റെ പുതിയൊരു വസന്തം വരികയാണെന്ന് കരുതാം. ട്രംപിന്റെ ട്വീറ്റുകൾ പോലെ തന്നെ പ്രവചനാതീതമാണ് അമേരിക്കൻ വ്യാപാര നയങ്ങളെങ്കിലും ഇപ്പോഴത്തെ ഈ കൈകൊടുക്കൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ഊർജം ഒട്ടും തന്നെ ചെറുതല്ല. ന്യൂസ് ഡെസ്ക്.